എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വെജിറ്റേറിയൻകാരെ പൊതുവേ എല്ലാവരും എന്നാ പറയുക വെജിറ്റേറിയൻ ആയല്ലേ എന്നാ കഴിക്കാനല്ലയോ എന്ന് ചോദിക്കുവേ. എന്നാൽ പക്ഷേ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ സാധനമാണ് ചെയ്യുന്നത്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ച് പ്രോട്ടീൻ എന്നാ പറയുക ആരോഗ്യപരമായിട്ട് കുറച്ച് കൂടുതൽ എന്നതേലും ഒക്കെ നമ്മുടെ വെജിറ്റേറിയൻകാർക്ക് ഉള്ളിൽ പൊതുവേ പോവാറില്ല. അവരെന്നാന്ന് പറയുന്നത് കൂടിപ്പോയാൽ ഒരു തൈരും ചോറ് അല്ല ഒരു അച്ചാറ് അങ്ങനെയൊക്കെ കഴിച്ച് ഒരു ഹെൽത്തും നോക്കത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ നോക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടോഫു വെജിറ്റബിൾ സ്റ്റൂ ആ ചെയ്യാൻ പോകുന്നത്. ടോഫു എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീനുള്ള സാധനമാണ്. സോയാ മിൽക്കിൽ നിന്ന് എടുക്കുന്ന എന്നാ പറയുക പനീർ പോലെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ടോഫു എന്ന് പറയുന്നത്. ഈ ടോഫു ഈക്വൽ എന്നാ പറയുക ഒരുപാട് കാൽഷ്യം കണ്ടന്റ് ഉണ്ട്, ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സ്ത്രീകളുടെ ദേഹത്താണ് ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ള, ഏറ്റവും കൂടുതൽ ആരോഗ്യം സ്ത്രീകൾക്കാണ് ഒരു കുടുംബത്തെ ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്പാരിറ്റീവ്ലി. കാര്യം എന്നാണെന്നറിയാവോ, അവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കൂട്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോഴും ലാസ്റ്റ് ആകുമ്പോൾ എന്നാ ചോദിക്കും, നീ എന്ന കാലത്ത് മുതൽ ഇവിടെ ചെയ്തേന്നേ, അന്നേരമാ നമുക്കുള്ള അരിശവും കൂടെ വരുന്നത്. അന്നേരം അതൊന്നും കണക്കാക്കാതെയും പിന്നെ നമ്മുടെ കുടുംബത്തോട് നമുക്കൊരു ദേഷ്യമൊന്നും വരാതിരിക്കാനും നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുന്ന ഏറ്റവും നല്ലേ. അപ്പം ഇന്ന് അതിന് വേണ്ടി സാധനം എന്നാന്ന് വെച്ചാൽ ഇത് വെജിറ്റബിൾ ഓയിലല്ലേ ഉണ്ടാക്കാവുള്ളേ. കുറച്ച് വെജിറ്റബിൾ ഓയിൽ, പിന്നെ കുറച്ച് ടോഫു. ടോഫുവിനൊരു പ്രത്യേക ടേസ്റ്റാണ്, പനീറിനൊരു പ്രത്യേകം ടേസ്റ്റാണ്. പക്ഷേ ടോഫു പനീറിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു സാധനമാണ്. പിന്നെ പനീർ മതിയെന്ന് തോന്നുവാണെങ്കിൽ ചിലർക്ക് ഫ്ലേവേഴ്സ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല. അന്നേരം എന്നാ ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പനീർ അല്ലെങ്കിൽ ടോഫു ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ഇതിനകത്ത് ഇട്ടാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളേ. പിന്നെ വേണ്ടിയത് കുറച്ച് പട്ട, പിന്നെ ഒരു ഇച്ചിരി ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് കുരുമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സവാള, പിന്നെ തേങ്ങാപ്പാൽ. ഇത് ഒന്നാം പാലാന്നേ. വെജിറ്റബിളായിട്ട് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, കുറച്ച് പീസ്, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇച്ചിരി ഉപ്പ്. ഇനി എൻ്റെ ഉള്ളത് എന്നാന്നറിയോ, കുറച്ച് ചതച്ച കുരുമുളകാന്നേ. ഇത് കുറച്ച് വേണം. എന്നാന്നറിയാവോ, കുരുമുളക് തനിയെ ഇടുമ്പോഴത്തേന് അതിന് ചിലപ്പം ആ എരിവ് ഉണ്ടാവുകയല്ല. നമ്മൾ ചതച്ചിടുമ്പോഴത്തേക്കാണല്ലോ എപ്പോഴും എരിവ് വരുന്നത്. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുരുമുളക് ഒന്ന് ചതച്ചിടുന്ന കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് കരുതിയേക്കാം, അത് പോരാന്ന് തോന്നുവാന്നേല കുറച്ചുകൂടെ ഇട്ടോ, അത് നമ്മുടെ എരിവ് അനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണയ്ക്ക് ഒഴിച്ച് വെച്ച് ആ ടോഫു ഒന്ന് വറുത്തെടുക്കാം. അല്ല ടോഫു വറക്കണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റല്ല, പക്ഷെ എന്നാൽ ഇച്ചിരി ഒന്ന് വറുത്തെടുത്താൽ അതിനൊരു സ്റ്റിഫ്നെസ് കിട്ടും. ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഒരു ഇച്ചിരി എന്നാ പറയുക ആ പാൻ ഒന്ന് ആ അടിവശം ഒന്ന് നിറയാനായിട്ട് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ടോഫുവിനായാലും പനീറിനായാലും ഒരു വാട്ടർ കണ്ടൻറ്റ് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഇട്ടാൽ നമ്മുടെ കയ്യിലൊന്നും തെറിക്കാതെ പോവേ. ഒരു ഷാലോ ഫ്രൈ മതിയാവും, ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. ശരിക്കും ഈ ടോഫു വെച്ചിട്ട് പനീർ ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും ഇതിനകത്തും ചെയ്യാനൊക്കും. ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യുമ്പോൾ പനീർ ആണെങ്കിലും ടോഫു ആണെങ്കിലും രണ്ടും ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേന് ഒരു ഇച്ചിരി ഒന്ന് ശ്രദ്ധ വെച്ചാൽ എന്നാന്നറിയാവോ, ഈ പറഞ്ഞ കൂട്ട് അതൊന്ന് പൊടിഞ്ഞു പോവാതിരിക്കുവേ. ടോഫു ഒരു ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. കുറച്ചുകൂടെ ഡീപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പ് ഫ്രൈ ആക്കിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് തന്നെയാണ് കേട്ടോ നല്ലേ.
അതേ പാനയിൽ ഇച്ചിരി എണ്ണയുണ്ട്, അത് മതിയാവും. ഇനി ഞാൻ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ ഒഴിക്കുകയില്ല. ആ എണ്ണയിൽ തന്നെ ഒരു കഷ്ണം പട്ട ഇടുക. ഇതൊരു ഇച്ചിരി മെലിഞ്ഞ പട്ടയാണ്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരികയില്ല. അതുകൊണ്ട് ഒരു 2 കഷ്ണം ഇട്ടേക്കുക. പിന്നെ അതിൽ ഒരു 3-4 ഗ്രാമ്പു, 3-4 ഏലക്കായ, പിന്നെ കുറച്ച് കുരുമുളക്. ഇതെല്ലാം 3-4 മണി അത്രയും മതിയാവും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഇഞ്ചി, 1 ടീസ്പൂണോളം മതിയാവും. ഇച്ചിരി ഇഞ്ചിയും ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇടാം. ഇത് ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറണം വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും. ആ എണ്ണ ഇച്ചിരി ചൂടായതുകൊണ്ടുണ്ടല്ലോ, പട്ടയും ഗ്രാമ്പും അതെല്ലാം ഉണ്ടല്ലോ, ഏലക്കായും ഒക്കെ ആ എണ്ണയിൽ കിടന്ന് തന്നെ അത് ഇച്ചിരി ഒന്ന് പൊട്ടുവേ. അന്നേരം അതിൻ്റെ ആ മണമെല്ലാം വരും. പിന്നെ ഇത് പോരാഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു ഇച്ചിരി ചതച്ചിട്ടേച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരുവേ. ആ ഒരു മസാലയുടെ ഒരു ഫ്ലേവർ വരും. ഏതൊരു കറിക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടേച്ചാലും അതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാമോ, അതൊന്ന് നല്ലതായിട്ട് മൂക്കാതെ ഇട്ട് കഴിഞ്ഞാൽ, അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ കറിയുടെ അറ്റം വരെയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവർ ഇങ്ങനെ അങ്ങ് നിൽക്കും. അതുകൊണ്ട് എപ്പോൾ ആണേലും അത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചേച്ച് വേണമേ ഇടാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഇച്ചിരി പച്ചമുളക് ഇടുക. പച്ചമുളക് എന്ന് പറയുമ്പോൾ ഇതൊരു ഞാൻ 3-4 കീറി വെച്ചേക്കുവാണേ. അതല്ല, നമുക്ക് ഇച്ചിരി എരിവ് വേണമെന്ന് തോന്നുവാന്ന് വെച്ചോ, അതാകുമ്പോഴത്തേക്ക് എരിവ് കണക്കാക്കി വെച്ച് നമ്മൾ പച്ചമുളക് ചേർത്തേച്ചാൽ മതി. പിന്നെ ഇത് ഇറച്ചിയല്ല, ഒരുപാട് എരിവ് അങ്ങോട്ട് പിടിക്കുകയല്ല ടോഫുവിലൊന്നും. അന്നേരം അതനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാനായിട്ട്. എന്നാൽ ചിലർക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇച്ചിരി ചേർക്കുന്നതുകൊണ്ട് വിരോധവുമില്ല. കുരുമുളകിൻ്റെ എരിവാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്തോട്ടെ. എന്നാന്ന് വെച്ചാൽ അത് നല്ലതായിട്ട് വഴന്ന് അതിനകത്ത് കറിക്കകത്തോട്ട് അങ്ങ് ചേരണം. നമ്മൾ സാധാ സ്റ്റൂ വയ്ക്കുമ്പോൾ ഒന്ന് വാട്ടിയെടുക്കുകയല്ലേ, അങ്ങനെയല്ല കേട്ടോ. അതൊരിച്ചിരി നല്ലതായിട്ട് മൂത്ത് ആ ഉള്ളി ഒന്ന് ഇച്ചിരി വെന്ത് ഒരു സ്റ്റാർട്ടിങ് ബ്രൗൺ ആവുന്ന സമയം വരെ ഒന്ന് നല്ലതായിട്ട് വഴറ്റട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളി ഒരു ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അത്രയും മൂപ്പിച്ചാൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഓരോ പച്ചക്കറി ആയിട്ട് അതിനകത്തോട്ട് ഇടണം. ഏതൊക്കെ പച്ചക്കറി എക്സ്പെക്ട് ബീട്രൂട്ട് ഇടല്ലേ. ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൂവിൻ്റെ നിറമെല്ലാം അങ്ങ് ചുമന്ന നിറമായി പോവും. ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് ക്യാരറ്റ് ആയിട്ടേക്കുന്നത്, പിന്നെ ബീൻസ്. ഈ പീസ് ഇഷ്ടമാകുന്നതിൽ ഇടുക. ഞാൻ കുറച്ചിടാം. എന്നാന്നറിയാവോ, ഞാനിത് എപ്പോൾ കയ്യിലെടുത്താലും പിള്ളേരെ ഓർക്കും. എന്നാന്ന് വെച്ചാൽ അമ്മമാർക്കാന്നേലും പീസ് അധികം ഇഷ്ടപ്പെടുകയില്ല. അത് ഇങ്ങനെ സ്റ്റൂ കൂട്ടാൻ നേരം ഉണ്ടല്ലോ, അത് മാത്രം ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. അന്നേരം അതിലും ഭേദം നമ്മൾ എണ്ണത്തിനാണ്, അതിനകത്ത് വേറെ നമ്മൾ എന്നതേലും ഒരു തട്ടിപ്പ് വിദ്യ കാണിച്ചേച്ച് ആ പീസ് ഉള്ളിലാക്കാനുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേച്ചാൽ പോരെ. അതിന് ഇഷ്ടംപോലെ വഴിയുണ്ട്. ഈ പറഞ്ഞ പോലത്തെ പിള്ളേരെല്ലാവരും ബർഗറിനൊക്കെ ഏറ്റവും വലുത് ഇഷ്ടമാണ് പീസ് വെച്ചിട്ട് നമുക്ക് ബർഗർ ചെയ്യാൻ നോക്കും. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒരു മടിയുമില്ല. പിന്നെ ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ്, ഇതിൻ്റെ ഇടയിൽ ഉള്ളി മൂക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. എന്നാലും ഞാനൊരു ഇച്ചിരി കൂടെ ഇടത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ കൂടിപ്പോയാൽ എന്നാ എടുക്കും അല്ലേ. അന്നേരം പിന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് പിന്നെ ഒന്നേന്ന് എല്ലാ കളിയും കളിക്കണം. അന്നേരം അതിലും ഭേദം നമ്മളൊരു ഇച്ചിരി ഇട്ടേച്ചാൽ പിന്നെ ഇച്ചിരി കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതി. ഇതൊരു ഇച്ചിരി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ രണ്ടാം പാല് ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നമ്മൾ ഈ കംപ്ലീറ്റ് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം. രണ്ടാം പാലിലാന്നു വേവിച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് എന്നാന്നറിയോ, ഒരു പാലിൻ്റെ രുചിയും കൂടെ വന്നോട്ടെ. അതിനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുറയ്ക്കണ്ട. അന്നേരം എന്നാ ചെയ്യണം, ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഞാനൊരു ഇച്ചിരി ഒന്നാം പാലും കൂടെ ഒഴിക്കാൻ പോവുക. ഇത് തന്നെയല്ലയോ രണ്ടാം പാല്.
അത് വലിയ വ്യത്യാസമൊന്നും വരികയില്ല. ഇനി ഇതിനൊരു 1/4 വേവ്, അതായത് ഉരുളക്കിഴങ്ങാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേവ് ഉള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, എന്നാണെന്നറിയാമോ, ഉരുളക്കിഴങ്ങ് ഒന്നെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചേച്ച് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അപ്പം നമുക്ക് കുറച്ച് സമയം ലാഭിക്കാൻ ഒക്കും. ഈ വെജിറ്റബിൾ സ്റ്റൂ കുറച്ച് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും കൂടി ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് പറയാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വേവാനിട്ടില്ലയോ, ഈ സമയത്ത് 1 സ്പൂൺ നെയ്യ് ഇതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ ഇത് വാങ്ങി എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്ത് നല്ലോണം വരും. എന്നാൽ ചിക്കൻ ഉണ്ടോ അങ്ങനെ തന്നെ ചിലപ്പോൾ നമുക്ക് സംശയം വരും. അതായത് നമ്മുടെ നെയ്യ് ചേർക്കുന്നതിൻ്റെ അളവനുസരിച്ചിരിക്കും ഇതിനകത്ത് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ വരുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ നോൺ വെജിൻ്റെ ഫ്ലേവർ, ചിക്കൻ എന്നല്ല നോൺ വെജിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്ത് വരുന്ന അതാണ്. പിന്നെ നെയ്യ് ഒരുപാട് ഫ്ലേവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൂട്ടി ഒഴിച്ചേക്കരുത്, അതങ്ങ് പൊട്ടയായിപ്പോവും. പിന്നെ എന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നതിന് പകരം നമ്മൾ നെയ്യിൽ ചെയ്താലും ഈ സെയിം സാധനം തന്നെ. അപ്പം വെജിറ്റബിൾ ഓയിലും നെയ്യും എല്ലാം കൂടെ വേണം എന്നില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി ബട്ടർ ഇട്ടേച്ചാലും മതി. ഏതായാലും ഒരു നോൺ വെജ് ഫ്ലേവർ വരും. പിന്നെ ഈ നോൺ വെജ് ഫ്ലേവർ ടോട്ടലി വേണ്ടാന്ന് പറയുവാണ് എങ്കിൽ നമുക്ക് ഈ കംപ്ലീറ്റ്ലി ഇപ്പം നമ്മൾ ചെയ്ത കൂട്ട് തന്നെ അങ്ങോട്ട് ചെയ്തേച്ചാൽ മതി. പിന്നെ ഉപ്പും എരിവും നോക്കുന്ന സമയത്ത് ഇച്ചിരി കുറവാണ് എങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എരിവിന് പച്ചമുളക് വേണമെങ്കിൽ ഈ സമയത്ത് ഇടാം, അതല്ല കുരുമുളകിൻ്റെ ഫ്ലേവറാണ് സ്റ്റൂവിന് ഏറ്റവും നല്ലത്. അപ്പോൾ എന്നാ ചെയ്യണം, കുറച്ച് ചതച്ച കുരുമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. ഇപ്പം ഞാൻ ചതച്ച് വെച്ചേക്കുന്നത് കുറച്ച് ഇടാൻ പോവുകയാണേ. ഇതെന്തായാലും പോരാ. കാര്യം എന്നാന്നോ, നമുക്ക് ഇച്ചിരി സ്റ്റൂ ഇച്ചിരി എരിവൊക്കെ ഉള്ളത് തന്നെയാണ് രുചി. ഏതൊരു കാര്യം വന്നേലും ഇച്ചിരി എരിവ് വേണം എന്ന് പറഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞുള്ള എരിവല്ല, ഒരു ഇച്ചിരി എരിവ് വേണം. സ്റ്റൂവിന് ബേസിക്കലി പച്ചമുളകിനെക്കാട്ടിലും കൂടുതൽ കുരുമുളകിനാണ് രുചി. ഇതൊരു 1/4 ഏകദേശം വെന്ത് കഴിയുമ്പം ഈ വറുത്ത് വെച്ച ടോഫു ഇട്ട് തലപ്പാൽ ഒഴിച്ച് എടുത്തേച്ചാൽ മതി. പിന്നെ ഇത് കുറുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൂസ് സ്റ്റൂ ആണ് വേണമെങ്കിൽ ഇതിങ്ങനെ പോയാൽ മതി. അതല്ല കുറച്ച് കട്ടിക്കുള്ള സ്റ്റൂ ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ വെന്ത ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചെടുത്താൽ അത് കട്ടിയാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ തലപ്പാലിൽ ചേർത്തേച്ച് ഒഴിച്ചാൽ അത് കട്ടിയാവും. അല്ലെന്നുണ്ടെങ്കിൽ മൈദ ഒഴിക്കാം, അല്ലെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം. ഇതൊന്നും നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ 1 സ്പൂൺ അപ്പമാവ് നമ്മുടെ തലപ്പാലിൽ ഒഴിച്ചേച്ച് അതൊഴിച്ചാലും ഇത് കട്ടിയാവും. എന്നുവെച്ചാൽ ഈ മൈദ ഗോതമ്പൊക്കെ അലർജിയുള്ള ആൾക്കാർക്ക് അരിമാവ് ഒഴിച്ചേച്ചാൽ മതി. ഇതേതായാലും ഇത് കട്ടിയാവും. കട്ടിയാവണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് തലപ്പാൽ ചേർത്താൽ മതി. തലപ്പാൽ ചേർക്കുന്ന സമയത്ത് മസാല പോരാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പൈസസ് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചതച്ച് ഇതിൻ്റെ കൂടെ ഇട്ടേച്ചാൽ മതി. ഇനി ഇത്രയും എനിക്ക് സംസാരിച്ച് എൻ്റെ എന്താ പറയുക, എൻ്റെ ശക്തിയൊക്കെ ഇച്ചിരി കുറഞ്ഞോന്ന് തോന്നേ. അപ്പോൾ സ്റ്റൂ ആദ്യം ആക്കി വെച്ച് ഞാനൊരു ഇച്ചിരി ടേസ്റ്റ് നോക്കി ഇച്ചിരി പ്രോട്ടീൻ ഞാനൊന്ന് കയറ്റി കഴിച്ചതിന് ശേഷം നമ്മുടെ ഗസ്റ്റുമായിട്ട് നമുക്ക് വർത്താനം പറയാം. നമ്മുടെ ഈ ടോഫു സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ കൂട്ട് ഒക്കെ ചെയ്തേച്ചാൽ മതി. ഒന്നും ചെയ്തില്ല, ലാസ്റ്റ് നമ്മുടെ തലപ്പാൽ മാത്രമേ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ എന്നാ പറയുന്നത്, ഇതിന് കോമ്പിനേഷൻ അപ്പം ഈ പറഞ്ഞ കൂട്ട് തന്നെ ഇടിയപ്പം, ഇതൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്.